ഇന്നൊരു ക്വിക്ക് റിവിഷനുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. 10th സെക്കൻഡ് ചാപ്റ്ററായ വൃത്തങ്ങളും കോണുകളും, ആ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സുകൾ, കീ പോയിൻറ്റ്സുകൾ, അതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. എക്സാമിന് വേണ്ടി നിങ്ങളൊരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആ ചാപ്റ്ററിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുകയാണ്. ഈ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ബാക്കി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ. നമുക്ക് ആദ്യം ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ആദ്യം ഞാൻ ഈ ചാപ്റ്ററിൻ്റെ കൺസെപ്റ്റ് വളരെ ചുരുക്കത്തിലൊന്ന് പറയാം. The angle subtended at the center is twice the angle subtended at any point on the remaining part of the circle. ഇവിടെ ഒരു സർക്കിൾ കൊടുത്തിട്ടുണ്ട്. ഈ സർക്കിളിൻ്റെ സെൻറ്ററാണ് O. അതുപോലെ ഈ സർക്കിളിൽ വരച്ചിട്ടുള്ള ഒരു കോഡാണ് AB. കോഡെന്ന് പറയുമ്പം ഞാനാണ് എന്ത് AB. ഈ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സർക്കിളിനെ 2 സെഗ്മെൻറ്റ്സ്, അതായത് 2 വൃത്താംശങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വലിയ വൃത്താംശത്തിൽ ഈ ഒരു ഞാൻ ഉണ്ടാക്കുന്ന കേന്ദ്രകോൺ, സെൻട്രൽ ആംഗിളാണ് AOB. അതുപോലെ ഈ ഒരു വൃത്താംശത്തിൽ ഒരു പോയിന്റിൽ AB എന്ന് പറയുന്ന കോഡ് ഉണ്ടാക്കുന്ന ഒരു ആംഗിളാണെന്ത്, ACB. നമ്മൾ പറഞ്ഞിട്ടുള്ള എന്താ, ഈ ഒരു കേന്ദ്രകോൺ ഈ ഒരു ആംഗിളിൻ്റെ ഇരട്ടിയായിരിക്കും, അല്ലെങ്കിൽ ഈ കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും ഈ ഒരു കോൺ. അടുത്ത പോയിന്റ്, ആംഗിൾസ് ഇൻ ദി സെയിം സെഗ്മെൻറ്റ് ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ. ഒരേ സെഗ്മെൻറ്റിലുള്ള ആംഗിൾസ് എല്ലാം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. നോക്കാം. എന്താ, ഒരു സർക്കിൾ വെച്ചിട്ട് സർക്കിളിൻ്റെ സെൻറ്റർ എന്താണ്, O ആണ്. AB എന്നൊരു കോഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സർക്കിളിനെ 2 സെഗ്മെൻറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ 2 വൃത്താംശങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വരച്ചേക്കുന്ന ആംഗിൾസ് എല്ലാം എന്താ, ഈ ഒരു വലിയ വൃത്താംശത്തിലെ ആംഗിൾസ് അല്ലേ. ഈ വലിയ വൃത്താംശത്തിൽ വരച്ചേക്കുന്ന കോണുകളല്ലേ ഈ വരച്ചേക്കുന്നതല്ല. ഈ വരച്ചേക്കുന്ന കോണുകളുടെ എല്ലാം അളവ് എന്തായിരിക്കും, തുല്യമായിരിക്കും. X ഡിഗ്രി ആണെങ്കിൽ ഇതെല്ലാം എന്തായിരിക്കും, X ഡിഗ്രി ആയിരിക്കും. ഇപ്പോൾ ഒരെണ്ണം 30 ആണെങ്കിൽ എല്ലാം എന്തായിരിക്കും, 30 ആയിരിക്കും. മനസ്സിലായോ? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ, ഇതിൻ്റെ ബേസ് അല്ലെങ്കിൽ പാദം തുല്യമാണോ നോക്കുക. എല്ലാ ആംഗിൾസും ഒരേ സെഗ്മെൻറ്റിലാണോ നോക്കുക. ഇവിടെ നോക്ക്, എല്ലാത്തിൻ്റെയും ബേസ് എന്താണ്, AB എന്ന് പറഞ്ഞൊരു കോഡാണല്ലേ. അതുപോലെ എല്ലാ ആംഗിൾസും ഈ വലിയൊരു സെഗ്മെൻറ്റ്, ഈ വലിയ സെഗ്മെൻറ്റിൽ തന്നെ അല്ലേ. ഇതാണ് മറ്റേ സെഗ്മെൻറ്റ്, ഈ സെഗ്മെൻറ്റിലല്ലല്ലോ. എല്ലാം ഒരു സെഗ്മെൻറ്റിൽ തന്നെ ആണോ എന്ന് നോക്കുക. എല്ലാത്തിൻ്റെയും ബേസ് സെയിം ആണോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യത്തുള്ളൂ, ഈ ആംഗിൾസ് എല്ലാം സെയിം ആവത്തുള്ളൂ. മൂന്നാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, ആംഗിൾസ് ഇൻ എ സെമി സർക്കിൾ ഈസ് ഓൾവേസ് 90 ഡിഗ്രി. അർദ്ധവൃത്തത്തിലെ കോൺ എപ്പോഴും എന്തായിരിക്കും, മട്ട കോണായിരിക്കും, അല്ലെങ്കിൽ 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ AB എന്ന് പറയുന്നത് ഈ ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ്. കണ്ടോ, അത് സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്നില്ലേ. ഇത് AB എന്ന് പറയുന്നത് എന്താണ്, ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ്. ഈ ഡയമീറ്ററിൻ്റെ 2 എൻഡ് പോയിൻറ്റ്സും കണക്ട് ചെയ്ത് നമ്മൾ ഈ ഒരു സർക്കിളിലൊരു ആംഗിൾ വരച്ചത് എപ്പോഴും എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. വൃത്തത്തിൽ തന്നെ ആയിരിക്കണം ആ പോയിന്റ്. വൃത്തത്തിന് പുറത്തോ അകത്തോ ആവാൻ പാടില്ല. വൃത്തത്തിൽ തന്നെ, ഈ ഒരു ലൈനിൽ തന്നെ ആയിരിക്കണം എന്ത്, ആ ഒരു പോയിന്റ്. ഇനി നാലാമതായിട്ട് പഠിക്കാനുള്ളത് സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. എന്ന് വെച്ചാൽ ചക്രീയ ചതുർഭുജം. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഓൾ വെർട്ടിസസ് ലൈ ഓൺ എ സർക്കിൾ. ഈ ഒരു ചക്രീയ ചതുർഭുജം അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് വെച്ചാൽ അതിനെന്തുണ്ട്, 4 സൈഡ്സ് ഉണ്ട്, 4 വെർട്ടിസസ് ഉണ്ട്, 4 വശങ്ങളും 4 മൂലകളും ഉണ്ട്. ഈ 4 വെർട്ടിസസ് എവിടെ ആയിരിക്കണം, സർക്കിളിലെ തന്നെ പോയിൻറ്റ്സ് ആയിരിക്കണം. മനസ്സിലായോ? പിന്നെ സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈസ് 180 ഡിഗ്രി. ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, 180 ഡിഗ്രി കിട്ടണം. ഓപ്പോസിറ്റ് ആംഗിൾസ് 180 കിട്ടുക, ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ തുക 180 കിട്ടുവാണെങ്കിൽ എന്താണ്, അതൊരു ചക്രീയ ചതുർഭുജമായിരിക്കും. ഈ ABCD എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ എന്താണ്, ഇതിൻ്റെ 4 വെർട്ടിസസ് എവിടെയാണ്, സർക്കിളിലെ തന്നെ പോയിൻറ്റ്സ് ആണല്ലേ. അങ്ങനെയാണെങ്കിൽ എന്താണ്, ABCD എന്താണ്, ഒരു ചക്രീയ ചതുർഭുജമാണ്, അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. ഇവിടെ നോക്ക്, B എന്ന് പറയുന്ന ആംഗിൾ എന്താണ്, X ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ D എന്തായിരിക്കും, 180 മൈനസ് X ഡിഗ്രി ആയിരിക്കും. ഇനി C എന്ന് പറയുന്ന ആംഗിൾ Y ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റുള്ള A എന്ന് പറയുന്ന ആംഗിൾ എത്ര ആയിരിക്കും, 180 മൈനസ് Y ഡിഗ്രിയാണ്. എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 180 കിട്ടും. ഇത്രയും പോയിൻറ്റ്സ് ആണ് നമുക്ക് മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. ഫൈൻഡ് ആംഗിൾ AOB. O എന്താണ്, സർക്കിളിൻ്റെ സെൻറ്ററാണ് അല്ലേ. സെൻറ്റർ ആകുമ്പം AOB എന്ന് പറയുന്നത് എന്തായിരിക്കും, സെൻട്രൽ ആംഗിൾ ആയിരിക്കും. നമുക്ക് ACB ഇവിടെ തന്നിട്ടുണ്ട്. ACB എത്ര, 70 ഡിഗ്രി. ആംഗിൾ ACB ഈക്വൽ ടു 70 ഡിഗ്രി. അങ്ങനെയാണ് നമ്മൾ പഠിച്ച ആദ്യത്തെ പോയിൻ്റ് എന്തുമായിരുന്നു പഠിച്ചത്, എപ്പോഴും ഈ ഒരു ആംഗിളിൻ്റെ
ഇരട്ടിയായിരിക്കും അതിൻ്റെ കേന്ദ്രകോണം അല്ലെങ്കിൽ സെൻട്രൽ ആംഗിൾ. രണ്ടിൻ്റെയും ബേസ് സെയിം അല്ലേ, എ ബി തന്നെയല്ലേ രണ്ടിൻ്റെയും ബേസ്. അരം ആംഗിൾ എ ഒ ബി എന്ത് എഴുതാം നമുക്ക്? ആംഗിൾ എ ഒ ബി ഈക്വൽ ടു 70 × 2 എത്ര വരും? 140 ഡിഗ്രി എന്ന് വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ ഫൈൻഡ് സി. ഇത് നമ്മൾ നേരത്തെ കണ്ട പോലെ അല്ല അല്ലേ? ഇവിടെ ഞാൻ കോഡ് വരച്ചിട്ടില്ല. ഇവിടെ എ ബി എന്നൊരു കോഡ് ഉണ്ടെന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്തോളുക. ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ എന്താണ്? 120 ഡിഗ്രിയാണ് അല്ലേ? ഇങ്ങനൊരു ആംഗിൾ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്ത് പറയാമായിരുന്നു? ഈ ആംഗിളിൻ്റെ പേര് ഞാൻ ഡി എന്ന് കൊടുക്കാം. ഇത് ഞാൻ ആംഗിൾ ഡി എന്ന് കൊടുത്തു. ഇങ്ങനൊരു ആംഗിൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും? ഇവിടെ 120 അല്ലേ, ഇവിടെ എത്ര വരും? 60 എന്ന് വരും. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ രണ്ട് രീതി കണ്ടുപിടിക്കാം. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ എ ഡി ബി സി എന്ന് പറയുന്നത് എന്താണ്? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ? ചെയ്യുന്ന 4 വെർട്ടിസസ് അവിടെ തന്നെ, ഈ ഒരു സർക്കിളിൽ തന്നെ. ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം? 180 കിട്ടണം. ഇപ്പം ആംഗിൾ ഡി 60 ആണെങ്കിൽ ആംഗിൾ സി എന്തായിരിക്കും? ആംഗിൾ സി ഈസ് ഇക്വൽ ടു 180 മൈനസ് ആംഗിൾ ഡി ആയിരിക്കും അല്ലേ? ഇവിടെ 180 മൈനസ് 60 ആൻസർ എത്ര കിട്ടും? 120 എന്ന് കിട്ടും. ഇനി വേറൊരു രീതി നോക്കാനാണെങ്കിൽ ഇവിടെ എത്രയാണ്? 120 ഡിഗ്രിയാണ് സെൻട്രൽ ആംഗിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഒരു ആംഗിൾ എനിക്ക് കണ്ടുപിടിച്ചൂടെ? ഒരു സർക്കിളിലെ ഈ ഒരു സെൻറ്ററിന് ചുറ്റുമുള്ള ആംഗിൾ എത്ര? മൊത്തം 360 ഡിഗ്രിയാണ്. അവിടെ 120 ഇവിടെ പോയി, ബാക്കി എത്ര വരും? 360 മൈനസ് 120 240 എന്ന് വരും. ഈ ഒരു ആംഗിൾ എത്രയാണ്? 240 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ആംഗിളിൻ്റെ പകുതി ആയിരിക്കും ഇവിടെ. 240/2 എത്ര വരും? 120 എന്ന് വരും. മനസ്സിലായോ? ഇങ്ങനൊരു ഫിഗർ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ രീതിയിലും ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ആംഗിൾസ് ആംഗിൾ സി ആൻഡ് ആംഗിൾ ഡി. ഇവിടെ എ ബി സി ഡി എന്തോ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താണ്? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ് അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജമാണ്. ഇവിടെ ബിയും തന്നിട്ടുണ്ട്, എയും തന്നിട്ടുണ്ട് അല്ലേ? എയുടെ ഓപ്പോസിറ്റ് ആംഗിൾ അല്ലേ സി? നമുക്കെങ്ങനെ കണ്ടുപിടിക്കാം? 180 മൈനസ് ആംഗിൾ എ ചെയ്താൽ പോരെ? കാരണം ആംഗിൾ എയും ആംഗിൾ സിയും ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം? 180 കിട്ടണം. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ആണ് 180. അതുകൊണ്ട് ആംഗിൾ എ ഉണ്ട്. ഇനി ആംഗിൾ സി ഇട്ട് എന്ത് ചെയ്താൽ മതി? 180 ഡിഗ്രിയിൽ നിന്ന് ആംഗിൾ എ മൈനസ് ചെയ്താൽ മതി. എന്താണ് ആംഗിൾ എ? 75 ഡിഗ്രി. 180 മൈനസ് 75 ഡിഗ്രി എന്താണ്? 105 ഡിഗ്രിയാണ് അല്ലേ? ഇതുപോലെ ആംഗിൾ ഡി എത്ര വരുന്നതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 2 പാരലൽ കോഡ്സ് ഓഫ് എ സർക്കിൾ ആർ 6 സെൻറ്റിമീറ്റർ ആൻഡ് 8 സെൻറ്റിമീറ്റർ ലോങ്. ഇഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഈസ് 7 സെൻറ്റിമീറ്റർ, ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ. ഈ എ ബിയും സി ഡി എന്താണ്? ഈ ഒരു സർക്കിളിൻ്റെ 2 കോഡുകളാണ് അല്ലെങ്കിൽ ഞാണുകളാണെന്ന് പറയും മലയാളത്തിൽ. എ ബിയുടെ ലെങ്ത് എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്ററും സി ഡിയുടെ ലെങ്ത്ത് 6 സെൻറ്റിമീറ്ററും. അതുപോലെ തന്നെ എ ബിയും സി ഡിയും പാരലലാണെന്ന് തന്നിട്ടുണ്ട്. ഈ 2 കോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ ആണ്. ഇത്രയും കാര്യം നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടേ? ഇതിന് റേഡിയസ് അല്ലെങ്കിൽ ഈ ഒരു വൃത്തത്തിൻ്റെ ആരം നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ സെൻറ്റർ ഒ ഉണ്ട് അല്ലേ? ഞാൻ ഈ സെൻറ്ററിലൂടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു ഡിസ്റ്റൻസ്, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുത്തേക്കുന്നത്. നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. എന്താ? സെൻറ്ററിൽ നിന്നും ഒരു കോഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആ കോഡിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും അല്ലെങ്കിൽ ബൈസെക്റ്റ് ചെയ്യും. എന്താ? കേന്ദ്രത്തിൽ നിന്ന് ഞാണിലേക്ക് വരയ്ക്കുന്ന ലംബ ദൂരം അല്ലെങ്കിൽ ലംബം എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ആ ഒരു ഞാണിനെ സമഭാഗം ചെയ്യുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒ സി എന്ന് പറയുന്നത് കണക്ട് ചെയ്താൽ നമുക്ക് ഒരു ട്രയാങ്കിൾ കിട്ടുമല്ലോ, ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടുമല്ലേ? അതുപോലെ ഇവിടെ എയോ കണക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ട്രയാങ്കിൾ കിട്ടും അല്ലേ? ഈ 2 ട്രയാങ്കിൾസിൽ നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ടാണ് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ ഒ സിയും ഒ എയും കണക്ട് ചെയ്തിട്ടുണ്ട്. ഒ സിയും ഒ എയും എന്താണ്? വൃത്തത്തിലെ ആരങ്ങളാണ് അല്ലെങ്കിൽ വൃത്തത്തിൻ്റെ റേഡിയസ് ആണെന്ന് പറയാം അല്ലേ? ഇവിടെ നമുക്ക് 2 റൈറ്റ് ട്രയാങ്കിൾ കിട്ടി. ഒന്ന് ഒ എം സിയും ഒന്ന് ഒ എൻ എയും, 2 റൈറ്റ് ട്രയാങ്കിൾസ്. ഇനി ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ഈ 2 ആർ
ഇനി ടോട്ടൽ ഡിസ്റ്റൻസ്, ഈ രണ്ട് കോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? 7 സെൻറ്റിമീറ്റർ എന്നല്ല തന്നിരിക്കുന്നത്. ഞാൻ ഈ ഒരു ഡിസ്റ്റൻസിനെ എക്സ് എന്നെടുത്തു. എന്നിട്ട് ഇതെന്തായിരിക്കും? 7 മൈനസ് എക്സ് ആയിരിക്കും. ഇവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ ഹൈപ്പർന്യൂസ് സ്ക്വയർ ഇസ് ഇക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ? ഇവിടെയും ഹൈപ്പർന്യൂസ് സ്ക്വയർ ഇസ് ഇക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ആർ സ്ക്വയർ ഇസ് ഇക്വൽ ടു 3 സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്നും ആർ സ്ക്വയർ ഇസ് ഇക്വൽ ടു 4 സ്ക്വയർ പ്ലസ് 7 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. നമുക്ക് രണ്ട് ഇക്വേഷൻസ് എഴുതാം. ഇവിടെ രണ്ടിൻ്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്? ആർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ റൈറ്റ് സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കത്തില്ലേ? റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആയിരിക്കും. നമുക്ക് എന്ത് എഴുതാം? 3 സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 4 സ്ക്വയർ പ്ലസ് 7 മൈനസ് എക്സ് ദി ഹോൾ സ്ക്വയർ. 9 പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 16 പ്ലസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യണം. എന്ത് വരും? 7 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി, അതായത് 14x പ്ലസ് എക്സ് സ്ക്വയർ. ഇനി രണ്ടിടവും എന്തുണ്ട്? എക്സ് സ്ക്വയർ ഉണ്ട്. രണ്ടിടവും എന്തുണ്ട്? എക്സ് സ്ക്വയർ ഇല്ലേ? എനിക്കത് വെട്ടിക്കളഞ്ഞൂടെ? ഇവിടെ എക്സ് സ്ക്വയർ പോവും, ഇവിടെ എക്സ് സ്ക്വയർ പോവും. ബാക്കി എന്തുണ്ട്? ഇവിടെ ഒരു 9 ഉണ്ട്. ഈക്വൽ ടു 16 പ്ലസ് 49 മൈനസ് 14x എന്ന് വരും. 14x എന്ത് വരും? 65 മൈനസ് 9 എന്ന് വരും. എന്താണ് ആൻസർ? 56. എക്സ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 56/14 എന്ന് ചെയ്താൽ മതി. 4 ഒരു എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടി നമുക്ക്? 4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. എക്സ് 4 ആണെങ്കിൽ ഇതെന്തായിരിക്കും? 3 ആയിരിക്കും അല്ലേ? 7 മൈനസ് 4 3 ആയിരിക്കും. ഇനി 6 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. ആർ സ്ക്വയർ ഇസിക്കൽ ടു, അല്ലെങ്കിൽ ആർ ഈക്വൽ ടു എന്ന് എഴുതാമല്ലോ. ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. ആൻസർ എന്ത് വരും? റൂട്ട് ഓഫ് 9 പ്ലസ് 16. 9 പ്ലസ് 16 എന്താണ്? 25 ആണ്. റൂട്ട് 25 എന്ന് പറയുന്നത് എന്ത് കിട്ടും? 5 സെൻറ്റിമീറ്റർ. ഈ ഒരു സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ ആണ്.